ഓക്കെ, ഇനി ഇൻഡിക്കേറ്റേഴ്സിലേക്ക് വരികയാണ്. നമ്മൾ പേജ് നമ്പർ 142 അല്ലെങ്കിൽ 142 വരുന്നത്. എല്ലാവരും ആ ഇൻഡിക്കേഷൻസ് കാണുവാനായിട്ട് ആ പേജ് എടുക്കുക. ഓക്കെ, ഒന്നാമതായിട്ട് തന്നിരിക്കുന്ന എന്താണ്? കോൺട്രിബ്യൂഷൻ ഓഫ് കാൾ വൗസ് ഇൻ ടാക്സോണമി, അതായത് വർഗീകരണ ശാസ്ത്രത്തിൽ കാൾ വൗസിൻ്റെ സംഭാവനകൾ എന്തെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ കാൾ വൗസ് എന്തെല്ലാം സംഭാവനകളാണ് വർഗീകരണ ശാസ്ത്രത്തിനായിട്ട് അല്ലെങ്കിൽ വർഗീകരണ പ്രക്രിയയ്ക്കായിട്ട് തന്നിരിക്കുന്ന ഏത് ജീവജാലങ്ങളെ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പോലെ എഴുതണം. ടാക്സോണമി ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ലിവിങ് ആൻഡ് എക്സിങ് ഓർഗാനിസം ബേസ്ഡ് ഓൺ ഷെയർഡ് ക്യാരക്ടേഴ്സ്. അതായത് ടാക്സോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? വർഗീകരണമാണ്. അപ്പോൾ ഈ വർഗീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ തരംതിരിക്കലാണ്. എന്താണ്? ഓഫ് ലിവിങ് ആൻഡ് എക്സ്റ്റിങ്ക്റ്റ് ഓർഗാനിസം, അതായത് ജീവിച്ചിരിക്കുന്ന ജീവജാലങ്ങളെയും അതുപോലെ തന്നെ എക്സ്റ്റിൻറ്റ് വംശനാശം സംഭവിച്ചു പോയ ജീവജാലങ്ങളെയും വ്യത്യസ്തങ്ങളായ ഗ്രൂപ്പുകളിലേക്ക് ഉള്ള തരം തിരിക്കലാണ്. എന്തിൻ്റെ ബേസിൽ? ക്യാരക്ടേഴ്സ്. ഓക്കെ, ബേസ്ഡ് ഓൺ ഷെയർഡ് ക്യാരക്ടേഴ്സ്, അവയ്ക്ക് പരസ്പരം ഉണ്ടാകുന്ന ആ കോമൺ ആയിട്ടുള്ള അവയുടെ സ്വഭാവം, അതുപോലെ തന്നെ സ്ട്രക്ചർ, രൂപഘടന, ഒറിജിൻ, അവയുടെ ഉത്ഭവം, ബിഹേവിയർ, സ്വഭാവം, ജനറ്റിക്, ജനിതകശാസ്ത്രപരമായിട്ടുള്ള കാര്യം, ആൻഡ് ബയോ കെമിസ്ട്രി, അതായത് രാസപ്രവർത്തനങ്ങൾ, ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ. ഇവയുടെ അടിസ്ഥാനത്തിൽ ഓരോ ജീവജാലങ്ങളെയും പ്രത്യേകം ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കുന്ന പ്രോസസ്സിനാണ് എന്ന് പറയുന്നത് ടാക്സോണമി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുവാണ് എന്താണ് ഇത്തരത്തിൽ ടാക്സോണമിക്ക് വേണ്ടിയിട്ട് കാൾ വൗസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ്റെ സംഭാവന എന്ന്. ഓക്കെ, കാൾ വൗസ് എന്ത് ചെയ്തു? കാൾ വൗസ് ഇൻവെൻറ്റഡ് ദ ഫോളോയിങ് ടാക്സോണമി സിസ്റ്റം ഇൻ ദ ഫോളോയിങ് മാനർ. അദ്ദേഹം താഴെ പറയുന്ന രീതിയിൽ, താഴെ പറയുന്ന തരത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? ടാക്സോണമി അല്ലെങ്കിൽ തരംതിരിക്കുന്ന പ്രക്രിയ കൊണ്ടുവന്നു. ത്രൂ സയൻറ്റിഫിക് ഒബ്സർവേഷൻ, ശാസ്ത്രീയമായ നിരീക്ഷണത്തിലൂടെ ഹി റിയലൈസ്ഡ്, അദ്ദേഹം തിരിച്ചറിഞ്ഞു, ദാറ്റ് മൈക്രോ ഓർഗാനിസംസ് ആർ ഡിസ്റ്റിങ്ക്ട് ഫ്രം ബാക്ടീരിയ. അതായത് മൈക്രോ ഓർഗാനിസം, അതായത് സൂക്ഷ്മ ജീവജാലങ്ങൾ ഡിസ്റ്റിങ്ക്ട്, വ്യത്യാസമാണ്. എന്തിൽ നിന്നും? ബാക്ടീരിയയിൽ നിന്നും വ്യത്യാസമാണെന്ന് മനസ്സിലാക്കി. അല്ലെങ്കിൽ അദ്ദേഹം തിരിച്ചറിഞ്ഞു ചില മൈക്രോ ഓർഗാനിസങ്ങളെല്ലാം ബാക്ടീരിയയിൽ നിന്നും വ്യത്യസ്തമാണ്. ഹി ഓൾസോ നോട്ടഡ്, അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്താണ്? ദ സ്ട്രക്ചറൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ഓർഗാനിസം, ഇവ തമ്മിലുള്ള ആ രൂപഘടനയുടെ വ്യത്യാസം, അതായത് അവയുടെ ഘടനയുടെ വ്യത്യാസം, ഓർഗാനിസത്തിൻ്റെ സ്ട്രക്ചറൽ ഡിഫറൻസ്, ആൻഡ് ദെയർ ഡൈവേഴ്സ് അഡാപ്റ്റേഷൻ, അവയുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ പ്രതികൂലമായ സാഹചര്യങ്ങളിലോട് അവ ഇഴുകിച്ചേരുന്ന അല്ലെങ്കിൽ അവ ഒത്തുപോകുന്ന രീതിയും. എന്തിനു വേണ്ടി? ഫോർ സർവൈവിങ് ദ എൻവയോൺമെൻറ്റൽ ചേഞ്ച്, അതായത് ആ പ്രതികൂല സാഹചര്യത്തിലുള്ള അന്തരീക്ഷത്തിലേക്ക് അഡാപ്റ്റ് ചെയ്ത് ജോയിൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇഴുകിച്ചേർന്നുകൊണ്ട് അവ നിലനിൽക്കുന്ന രീതി അല്ലെങ്കിൽ ജീവിക്കുന്ന രീതിയും അദ്ദേഹം കണ്ടെത്തി. ഹി ഐഡൻറ്റിഫൈഡ് ദാറ്റ് ദ ജനറ്റിക് മെറ്റീരിയൽസ് ഓഫ് സച്ച് ഓർഗാനിസംസ് വെർ ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ബാക്ടീരിയ. അദ്ദേഹം പിന്നെ എന്താണ് കണ്ടെത്തിയത്? ഇത്തരത്തിൽ പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടുകൊണ്ട് ആ പ്രതികൂല സാഹചര്യത്തിൽ ജീവിക്കുന്ന മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ സൂക്ഷ്മ ജീവജാലങ്ങളുടെ എന്താണ്? ജനറ്റിക് മെറ്റീരിയൽ, അതായത് ജനിതക ഘടന എങ്ങനെയാണ്? ഡിഫറെൻറ്റ് ഫ്രം ബാക്ടീരിയയിൽ നിന്നും വളരെ വ്യത്യാസമുള്ളതാണെന്ന് അദ്ദേഹം കണ്ടെത്തി. ഓക്കെ, ബേസ്ഡ് ഓൺ ദിസ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതികൂല സാഹചര്യങ്ങളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ജീവജാലങ്ങളുടെ ജനിതക ഘടന വ്യത്യാസമാണെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഹി ക്ലാസിഫൈഡ് കിങ്ഡം മൊനേറ ഇൻറ്റു 2. അദ്ദേഹം എന്ത് ചെയ്തു? കിങ്ഡം മൊനേറയെ രണ്ടായിട്ട് തരംതിരിച്ചു. അങ്ങനെ 2 കിങ്ഡമായിട്ട് അദ്ദേഹം തരംതിരിച്ചു. നെയ്മിലി, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? കിങ്ഡം മൊനേറ എന്ന് പറയുന്ന ഒരു കിങ്ഡത്തെ അദ്ദേഹം 2 കിങ്ഡമായിട്ട് തരംതിരിച്ചു. ഒന്ന് ബാക്ടീരിയ എന്നുള്ളതും രണ്ടാമത്തേത് ആർക്കിയ എന്നുള്ളതുമായ 2 കിങ്ഡമായിട്ട് തരംതിരിച്ചു. ആൻഡ് ഫർദർ ഇൻക്ലൂഡഡ് അനദർ ക്ലാസിഫിക്കേഷൻ ലെവൽ കോൾഡ് ഡൊമൈൻ. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ക്ലാസിഫിക്കേഷൻ ലെവൽ കൂടെ, ഡൊമൈൻ എന്ന് പറയുന്ന ഒരു ഡൊമൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എബവ് ദിസ് കിങ്ഡം, അതായത് മറ്റൊരു സാമ്രാജ്യം അല്ലെങ്കിൽ മറ്റൊരു ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലേക്കായിട്ട് ഈ 2 ഡിവിഷനെ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു തരംതിരിവിലേക്ക്. ഈ ഡൊമൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, സാമ്രാജ്യത്വം അല്ലെങ്കിൽ കൂട്ടമെന്നോ ഗ്രൂപ്പെന്നോ ഒക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം ഈ തരത്തിലുള്ള ഒരു ഗ്രൂപ്പിലേക്ക് അദ്ദേഹം എന്തു ചെയ്തു? എന്താണ്? ഒരു മണ്ഡലത്തിലേക്ക് ഇവയെ കൂടി അദ്ദേഹം
ഉൾപ്പെടുത്തി. ഓക്കെ, അപ്പം മറ്റൊരു സാമ്രാജ്യം അല്ലെങ്കിൽ മറ്റൊരു മണ്ഡലത്തിലേക്ക് അദ്ദേഹം ഉൾപ്പെടുത്തി. അപ്പം അദ്ദേഹം ചെയ്ത ഒരു പരിപാടി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ബാക്ടീരിയ എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രൂപ്പിനെ രണ്ടായിട്ട് തരംതിരിക്കുകയും പുതിയ ഒരു ഡൊമൈൻ അല്ലെങ്കിൽ ഒരു മണ്ഡലം രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്തു. ബേസ്ഡ് ഓൺ ദിസ് ഹി ക്ലാസിഫൈഡ് കിങ്ഡം മൊറേന ഇൻറ്റു ടു. കിങ്ഡം മൊറേനയെ എന്തായിട്ട് തിരിച്ചു? രണ്ടായിട്ട് തരംതിരിച്ചു. ഒന്ന് ബാക്ടീരിയ എന്നും രണ്ടാമത്തേത് ആർക്കിയ എന്നുമായിട്ട് രണ്ടായിട്ട് തരംതിരിച്ചു. ആൻഡ് ഫർദർ ഹി ഇൻക്ലൂഡഡ് അനദർ ക്ലാസിഫിക്കേഷൻ ലെവൽ കോൾഡ് ഡൊമൈൻ എബവ് ദ കിങ്ഡം. ഈ രണ്ട് കിങ്ഡത്തിൻ്റെയും മുകളിലായിട്ട് ഒരു പുതിയ മണ്ഡലം തന്നെ അദ്ദേഹം രൂപപ്പെടുത്തിയെടുക്കുന്നു. അതിനെ ഡൊമൈൻ എന്ന് പറയുന്നു. ഓർഗാനിസംസ് ബിലോങ്സ് ടു ഓൾ 6 കിങ്ഡംസ് വെർ ഓർഗനൈസ്ഡ് ഇൻ ടു 3 ഡൊമൈൻസ്. അതിനുശേഷം എന്താണ്? ഈ ഒരു പുതുതായിട്ട് രൂപപ്പെടുത്തിയെടുത്ത മണ്ഡലത്തിലേക്ക് എല്ലാ കിങ്ഡത്തിലും, അതായത് 6 കിങ്ഡങ്ങളുണ്ടെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഏതെല്ലാമാണ് 6 കിങ്ഡം എന്നുള്ളത്? ബാക്ടീരിയ, ആർക്കിയ, പ്രൊട്ടിസ്റ്റ, ഫംജെ, പ്ലാന്റ്, അനിമാലിയ. ഈ 6 കിങ്ഡങ്ങളെ അദ്ദേഹം 3 ഡൊമൈനിലേക്ക് അല്ലെങ്കിൽ 3 മണ്ഡലങ്ങളിലേക്ക് ആക്കി തീർത്തു. ഒന്ന് ബാക്ടീരിയ, 2 ആർക്കിയ, 3 യുക്കാരിയ എന്ന് പറയുന്ന ആ 3 കിങ്ഡങ്ങളിലേക്ക് ആക്കി തീർത്തു. ഓർഗാനിസംസ് ബിലോങ്സ് ടു ഓൾ ദീസ് കിങ്ഡംസ് വെർ ഓർഗനൈസ്ഡ് ഇൻ ടു 3 ഡൊമൈൻസ്. അവയെ 3 ഡൊമൈൻസിലേക്ക് അദ്ദേഹം ആക്കി തീർക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഇതാണ് അദ്ദേഹത്തിൻ്റെ ദീസ് ആർ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദ സയൻറ്റിസ്റ്റ് കാൾ വൗസ് ഫോർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് അല്ലെങ്കിൽ ടാക്സോണമിക്കൽ ഡിവിഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ടാക്സോണമിക്കൽ ഡിവിഷന് വേണ്ടിയിട്ട് നടന്ന പ്രവർത്തനം അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ എന്താണെന്ന്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. Relevance of dividing the kingdom Monera into different kingdoms such as Archaea and Bacteria. അതായത് ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? കിങ്ഡം മൊറേനിയയെ ആർക്കീയ കിങ്ഡം എന്നും അതുപോലെ തന്നെ എന്താണ് ബാക്ടീരിയ കിങ്ഡം എന്നും വ്യത്യസ്ത കിങ്ഡങ്ങളായിട്ട് ആരാണ്? സയൻറ്റിസ്റ്റ് കാൾ വൗസ് ഡിവൈഡ് ചെയ്തതിൻ്റെ റെലവൻസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രശസ്തി എന്താണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്താണ് ഗുണം ഉണ്ടായിരുന്നത്? സിമ്പിൾ ടൈമിൽ ചോദിച്ചാൽ ഇതുകൊണ്ടുണ്ടായ ഗുണം എന്താണ്? ഇങ്ങനെ കിങ്ഡം മൊനേറിയെ ഈ പറയുന്നത് പോലെ ആർക്കിയ എന്നും ബാക്ടീരിയ എന്നും 2 കിങ്ഡങ്ങളിലേക്ക് തരംതിരിച്ചത് കൊണ്ടുള്ള ഗുണം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ 2 പ്രൊക്രിയോട്ടഡ് ഡൊമൈൻസ്, അതായത് ഈ 2 പ്രൊക്രിയോട്ട് ഡൊമൈൻസ് ബാക്ടീരിയ ആൻഡ് ആർക്കിയ സ്പ്ലിറ്റ് ഫ്രം ഈച്ച് അതർ ഇയർലി ഇൻ ദ എവല്യൂഷൻ ലൈഫ്. അതായത് ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ആർക്കിയയും അതുപോലെ തന്നെ ബാക്ടീരിയയും എവല്യൂഷൻ്റെ പരിണാമത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ എപ്പോഴോ എവിടെയോ വെച്ച് 2ആയിട്ട് തരംതിരിച്ചതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കുക, ബാക്ടീരിയാസ് ആർ വെരി ഡൈവേഴ്സ് റേഞ്ചിങ് ഫ്രം ഡിസീസ് കോസിങ് പാത്തജൻ ടു ബെനഫിഷ്യൽ ഫോട്ടോസിന്തസൈസേഴ്സ് ആൻഡ് സിംബോണിസ്റ്റ്. അതായത് ഈ ബാക്ടീരിയയുടെ പ്രത്യേകത എന്താണ്? അവ വ്യത്യസ്തങ്ങളാണ്, ഡൈവേഴ്സ്, അതായത് വളരെ വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങളുള്ളവയാണ്. അവ എന്ത് ചെയ്യുന്നു? ഡിസീസ് കോസിങ് പാത്തോജൻസ്, അതായത് രോഗം പകർത്തുന്ന രോഗാണുക്കൾ മുതൽ ബെനഫിഷ്യൽ, അതായത് മനുഷ്യന് ഉപകാരപ്പെടുന്ന പാത്തോജൻ വരെ ആയിട്ട് അവ ഉണ്ടാകുന്നു അല്ലെങ്കിൽ അവ വരുന്നു. അതേ സമയത്ത് തന്നെ ആർക്കിയാസ് ആർ ഓൾസോ ഡൈവേഴ്സ്. ആർക്കിയ എങ്ങനെയാണ്? അതും വ്യത്യസ്തത്തിലുള്ളതാണ്. ബട്ട് നൺ ഓഫ് ദം ആർ പാത്തോജനിക്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ആർക്കിയ എന്ന ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവ രോഗം പരത്തുന്നവയല്ല. പക്ഷെ അതിന് വേറെ പ്രത്യേകതയുണ്ട്. ലീവ് ഇൻ എനി എക്സ്ട്രീം എൻവയോൺമെൻറ്റ്. അവയ്ക്ക് വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ അന്തരീക്ഷത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കും. ദെയർ RNA സീക്വൻസസ് വെർ സിഗ്നിഫിക്കൻ്റ്ലി ഡൈവേർജ് ഫ്രം ദ അതർ. അവയുടെ RNA എങ്ങനെയാണ്? ബാക്ടീരിയയുടെ RNAയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ആർക്കി ബാക്ടീരിയ ഡിഫർ ഫ്രം അതർ ബാക്ടീരിയ ഇൻ ദെയർ സെൽ വാൾ. ആക്ടി ബാക്ടീരിയ എന്താണ് ചെയ്യുന്നത്? മറ്റ് ബാക്ടീരിയകളിൽ നിന്നും വ്യത്യസ്തമാണ്. എങ്ങനെ? സെൽ വാൾ അല്ലെങ്കിൽ കോശഭിത്തിയിൽ, സെൽ മെമ്മറൈൻ കോശദ്രവത്തിൽ, ആൻഡ് പ്രോട്ടീൻ സിന്തസിസ് അവയുടെ തന്നെ പ്രോട്ടീൻ ഉൽപ്പാദനത്തിലെല്ലാം വ്യത്യാസമാണ്. ദേ ക്യാൻ ഓവർകം എനി ഡൈവേഴ്സ് സിറ്റുവേഷൻ. ഈ ആർക്കി ബാക്ടീരിയയ്ക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? എത്ര പ്രയാസമുള്ള സിറ്റുവേഷനെയും ഓവർകം ചെയ്യുവാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് തന്നിരിക്കുന്ന മൂന്നാമത്തെ ഇൻഡിക്കേഷൻ ഏതാണ്?
എന്നൊന്ന് നമ്മളൊന്ന് നോക്കുക. മൂന്നാമത്തെ ഇൻഡിക്കേഷനായിട്ട് തന്നിരിക്കുന്ന ഏതാണ്? ഡൊമൈൻസ് ആൻഡ് ദെയർ കറസ്പോണ്ടിങ് കിങ്ഡംസ്. അതായത് ഡൊമൈനുകളും അവയിൽ ഉൾപ്പെടുന്ന കിങ്ഡങ്ങളും ഏതെല്ലാമാണെന്നാണ്. ആ പിക്ചർ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്ന് എഴുതിയിട്ടുണ്ട്. ഡൊമൈൻ ബാക്ടീരിയയിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ബാക്ടീരിയയാണ് ഉൾപ്പെടുന്നത്. ഡൊമൈൻ ആർക്കിയയിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ആർക്കിയയാണ്. ഡൊമൈൻ യുക്കരിയയിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഡൊമൈൻ യുക്കരിയയിൽ ഉൾപ്പെടുന്ന ജീവജാലങ്ങൾ അല്ലെങ്കിൽ കിങ്ഡങ്ങൾ ഏതെല്ലാമാണ്? പ്രോട്ടിസ്റ്റ, ഫംജെ, പ്ലാന്റ്, അനിമാലിയ എന്നിവയാണ്. ഇത്തരത്തിൽ 6 കിങ്ഡങ്ങൾ 3 ഡൊമൈനുകളിലായിട്ടാണ് ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക്, ഈ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമുക്ക് അടുത്ത ഒരു വീഡിയോയിലേക്ക് പോകാവുന്നതാണ്. ഓക്കെ.